റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 319ാമത്തെ എപ്പിസോഡ്. കർണാടകയിലെ ഏർവാടി എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ദർഗകളിലൊന്നായ ഉത്തര കർണാടകയിലെ ലക്ഷ്മേശ്വര ദൂദ്നാന ദർഗയിലേക്ക് ട്രെയിൻ വഴിയുള്ള യാത്രയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك കർണാടകയിലെ ഏർവാടി ഒട്ടനവധി മഹാമാരികൾക്കും പ്രശ്ന പ്രതിസന്ധികൾക്കും ഒട്ടനവധി ജനങ്ങൾ പരിഹാരം നേടിയെടുത്ത ലക്ഷ്മേശ്വറിലെ ദൂദ്നാന ദർഗ. ആ ദർഗയിലേക്കാണ് നമ്മുടെ കർണാടക യാത്രയുടെ അടുത്ത യാത്ര നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള എപ്പിസോഡുകളിൽ നിന്ന് നിങ്ങളൊക്കെ കണ്ടതുപോലെ മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ട് പുലർച്ചെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നീട് മംഗലാപുരത്തെയും പരിസരത്തെയും ഒരുപാട് മഖബറകൾ നമ്മൾ സിയാറത്ത് ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ മംഗലാപുരത്തെയും പരിസരത്തെയും പ്രധാന മഖബറകളായ സയ്യിദ് ഖുറാത്തങ്ങൾ മക്കാമ്, ആഡ്യാർ കണ്ണൂർ ദർഗ, നടുപ്പള്ളി ദർഗ, ബന്ദർ മക്കാമ്, കണ്ടത്തുപള്ളി മക്കാമ്, സൈദാനി ബീവി മക്കാമ് തുടങ്ങിയ ദർഗകളൊക്കെ സിയാറത്ത് ചെയ്ത് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറുന്നത് ലക്ഷ്മേശ്വറിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രമുള്ള ലക്ഷ്മേശ്വരയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ യൽവിഗിയിലേക്കാണ്. അവിടേക്ക് ആകെ ഒരു ട്രെയിന് മാത്രമേ സർവീസുള്ളൂ. മാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ബിജാപൂർ വരെ പോകുന്ന ട്രെയിൻ നമ്പർ 17378 വിജയപുര എക്സ്പ്രസ്, ആ ട്രെയിന് മാത്രമാണ് ആ റൂട്ടിൽ ഓടുന്ന ഒറ്റ ട്രെയിന്. നമ്മുടെ വണ്ടി കിടക്കുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ ട്രെയിന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്കും ബിജാപൂർ ഹുബ്ലി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റൂട്ട് കൂടിയാണിത്. വളരെയധികം മനോഹരമായ കൊങ്കൺ റെയിൽവേ പോലെ മൺസൂൺ കാലങ്ങളിൽ യാത്ര ചെയ്യാവുന്ന അതിമനോഹരമായൊരു റൂട്ടാണിത്. ഇതിലേറ്റവും കൂടുതൽ തുരങ്കങ്ങളും പാലങ്ങളും പുഴകളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ കാഴ്ച വരുന്നത് ഈ റൂട്ടിൽ തന്നെ സുബ്രഹ്മണ്യ റോഡ് മുതൽ സകലേഷ്പൂർ വരെയുള്ളൊരു ഭാഗമാണ്. കയറ്റം കയറി പിന്നെ 2 എൻജിൻ ഘടിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ റൂട്ടിലൊക്കെ ട്രെയിനുകൾ ഓടാറുള്ളത്. ഈ റൂട്ടിലോടുന്ന പല ട്രെയിനുകളിലും യാത്രക്കാരായ സഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച വിസ്റ്റം കോച്ചുകൾ കൂടി ഘടിപ്പിച്ചിട്ടുള്ള ട്രെയിനുകളാണുള്ളത്. അത്രയും അതിമനോഹരമായ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന LVG എന്ന് പറയുന്ന സ്റ്റേഷന് ലക്ഷ്മേശ്വറിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. പിന്നീട് വരുന്ന മേജർ സ്റ്റേഷനുകളായിട്ട് വരുന്നത് ഹവേരിയോ അല്ലെങ്കിൽ ഹുബ്ലിയോ, ഗഡക്ക്, ഈ 3 സ്റ്റേഷനുകളാണ്. 3 സ്റ്റേഷനിലേക്കും 40 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എന്നാൽ അവിടേക്കൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ബസ്സുകൾ ലക്ഷ്മേശ്വറിലേക്ക് കിട്ടും. പക്ഷേ നമ്മുടെ മംഗലാപുരത്തു നിന്ന് ഈ റൂട്ടിലേക്കൊക്കെ ഈ പറയപ്പെട്ട സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന ആകെ ഒരു വണ്ടി ഈ ഒരു വിജയപുര എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ വണ്ടികൾ കിട്ടുന്നത് ബാംഗ്ലൂർ വഴി യാത്ര ചെയ്യുമ്പോഴാണ്. ബാംഗ്ലൂരിൽ നിന്ന് LVGയിലേക്ക് 3 ട്രെയിനുകളാണ് ഡെയിലി ഓടുന്നത്. എന്നാൽ ഹവേരി, ഹുബ്ലി, ഗഡക്ക് സ്റ്റേഷനുകളിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ട്രെയിനുകളുണ്ട്. ഈ 3 സ്റ്റേഷൻ്റെയും മധ്യത്തിലായിട്ടാണ് ലക്ഷ്മേശ്വർ വരുന്നത്. അങ്ങനെ നമ്മൾ LVG ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിൻ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കാണിയൂർ ഹാൾട്ട് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണിച്ച മഹാനായ ഖുറാത്തങ്ങളുടെ മക്കാമിലേക്ക് പോകാൻ വേണ്ടി ഇവിടെയാണ് ഇറങ്ങൽ. ഇനി നമ്മൾ ഈ റൂട്ടിൽ നമുക്ക് ചിലവ് വന്നത് തിരൂരിൽ നിന്ന് നമ്മൾ നേരെ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറി. മംഗലാപുരത്തേക്ക് വന്നത് ഗാന്ധിധാം എക്സ്പ്രസ്സിനായിരുന്നു. രാത്രി യാത്ര ആയതുകൊണ്ട് സ്ലീപ്പർ ടിക്കറ്റായിരുന്നു എടുത്തിരുന്നത്. 190 രൂപയാണ് സ്ലീപ്പറിന്. അത് ജനറൽ ടിക്കറ്റിന് വരികയാണെങ്കിൽ വെറും 100 രൂപയേ ആവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന ട്രെയിനിന് LVG എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നമ്മൾക്ക് റിസർവ് ചെയ്തു. അതും രാത്രി യാത്ര ആയതുകൊണ്ടാണ് റിസർവ് ചെയ്തത്. നമ്മൾ ഈ ട്രെയിനിൽ തന്നെ ജനറൽ കോച്ചിൽ നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. നമ്മളെ കൂടെയുള്ള പലരും ജനറൽ കോച്ചിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മളെ പരിചയക്കാർ തന്നെ. ഇതിന് ടിക്കറ്റ് ആയത് 295 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്. അത് ജനറൽ ആണെങ്കിൽ വെറും 160 രൂപയേ ആവുള്ളൂ. അപ്പോൾ ടോട്ടൽ LVGയിൽ എത്താൻ വേണ്ടിയിട്ട്
ഒരാൾക്ക് ജനറൽ ക്ലാസ്സിലാണെങ്കിൽ 260 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ 485 രൂപയുമാകും. ഈ ട്രെയിന് മംഗലാപുരത്ത് നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 4:45 പുറപ്പെട്ട് പുലർച്ചെ 3:30 മണിക്കാണ് LVGയിലെത്തുക. ചില സമയങ്ങളിൽ ഇതിൻ്റെ ട്രെയിന് സമയം മാറാറുണ്ട്. അന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് പുറപ്പെട്ട് രാത്രി ഏകദേശം 1:30 മണിയോട് കൂടിയാണ് LVGയിലെത്തുക. അപ്പോൾ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർ യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് സമയത്തിലൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ യാത്ര പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാ ട്രെയിനുകളും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുന്ന പല ട്രെയിനുകളുടെ സമയം പല സമയങ്ങളിലും, പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലങ്ങളിലൊക്കെ പല റൂട്ടുകളിലും ട്രെയിനിൻ്റെ സമയം മാറ്റം വരാറുണ്ട്. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ട്രെയിന് 3:45 കൂടി LVG റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷന് LVG എന്നും പറയാറുണ്ട്, LVG എന്നും പറയാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഏതായാലും ഇവിടെ ഇറങ്ങിയിട്ട് ദർഗയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് 13 കിലോമീറ്ററാണ് ലക്ഷ്മേശ്വർ ദർഗയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പുറത്തിറങ്ങിയാൽ ഇവിടെ ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ടില്ലേ. ഈ ഓട്ടോറിക്ഷകളൊക്കെ ഷെയർ ടാക്സികളാണ്. ഒരാൾക്ക് 40 രൂപ കൊടുത്താൽ നമുക്ക് നേരെ ദർഗയിലേക്ക് പോവാം. അപ്പോൾ ദർഗയിലേക്ക് പോകാൻ ലക്ഷ്മേശ്വർ ഭാഗത്തേക്കുള്ള ആളുകളായാൽ ഇവർ വണ്ടി എടുക്കും. അപ്പോൾ രാത്രി സമയത്ത് ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഷെയർ ടാക്സി ആയിട്ട് പോകലാണ് ഏക മാർഗ്ഗമുള്ളത്. ഇനി ബാംഗ്ലൂർ വഴിയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പകൽ സമയത്ത് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് 10 രൂപയ്ക്ക് ഷെയർ ടാക്സി കിട്ടും, ഓട്ടോറിക്ഷ കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെ ബസ്സുകൾ ലഭ്യമാണ്. ആ ബസ്സിന് നമുക്ക് ലക്ഷ്മേശ്വറിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ദർഗയിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടടുത്ത് സാവനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മൊയ്നുസുന്ന എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വിവിധ ക്യാമ്പസുകൾ വിവിധ ഗ്രാമങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലും മദ്രസകളിലും ദഅവ കോളേജുകളിലൊക്കെ ആയിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പള്ളികളുണ്ട്. നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിനെ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അങ്ങനെ നമ്മൾ സാവനൂരിൽ നിന്ന് ലക്ഷ്മേശ്വറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മേശ്വർ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടുകളിൽ ലക്ഷ്മേശ്വർ ഭരിച്ച ബിജാപ്പൂർ ആദിൽ ഷാഹി രാജ്യത്തിൻ്റെ രാജാവായിരുന്ന സയ്യിദ് അങ്കുഷ് ഖാൻ. അദ്ദേഹമാണ് ലക്ഷ്മേശ്വറിൻ്റെ ഇസ്ലാമിക പൈതൃക സംസ്കാരങ്ങൾക്ക് അടിത്തറ പാകിയത്. മനോഹരമായ ഇന്തോ സാൻസനിക് വാസ്തുശൈലി നിർമ്മിച്ച ഇവിടുത്തെ ജുമാ മസ്ജിദും അതുപോലെ തന്നെ കോട്ടയും ലക്ഷ്മേശ്വർ കോട്ടയൊക്കെ അദ്ദേഹം നിർമ്മിച്ചതാണ്. കോട്ട ഇന്ന് സർക്കാർ ഓഫീസുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൂഫി മാർഗത്തിൽ ജീവിച്ച സയ്യിദ് അങ്കുഷ് ഖാൻ ബുഖാരി അദ്ദേഹത്തിൻ്റെ മക്ബറ ലക്ഷ്മേശ്വറിലെ ബഡാ നാന ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗയാണ്. ഒരുപാട് ദർഗകൾ ലക്ഷ്മേശ്വറിലുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ദർഗയാണ് നമ്മൾ പോകുന്ന ദൂദ് നാന ദർഗ. മഹാനായ സുലൈമാൻ ഷാ ഖാദിരി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ദർഗയുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദർഗയുടെ മറ്റ് വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. തമിഴ്നാട്ടിലെ ഏർവാടിയെപ്പോലെ തന്നെ മാനസികവും ശാരീരികവുമായ മുഴുവൻ രോഗങ്ങൾക്കും അത്ഭുത ശിഫ ലഭിക്കുന്ന, അതുപോലെ തന്നെ ശൈത്വാനിയത്ത് പോലത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും സലാമത്ത് ലഭിക്കുന്ന കർണാടകയിലെ ഏർവാടി എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഈ ലക്ഷ്മേശ്വർ ദർഗ. മഹാനായ സുലൈമാൻ ബാദ്ഷാ ഖാദിരി റളിയല്ലാഹു അൻഹു അവരെ അറിയപ്പെടുന്നത് ദൂദ് നാന എന്നാണ്. അതുകൊണ്ട് ലക്ഷ്മേശ്വർ ദൂദ് നാന ദർഗ എന്നാണ് ഇതിനെ അറിയപ്പെടാറുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ കുടുംബം ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് പ്രബോധനാവശ്യാർത്ഥം ഡൽഹിയിലേക്ക് വന്നവരാണ്. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ കർണാടകയിലെ ഹുബ്ലിയിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ മസ്താൻ ഷാ അലി ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ താമസിച്ചത്. ബഹുമാനപ്പെട്ടവർ അവരുടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടെയാണ് ലക്ഷ്മേശ്വറിലെ അബ്ദുർ റസാഖ് ബേഗ് മിർസ എന്നവർ ബഹുമാനപ്പെട്ടവരുടെ സന്നിധിയിലെത്തുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ദൂദ് നാന റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് അബ്ദുർ റസാഖ് എന്നവരെ മഹാന് പറഞ്ഞയച്ചെങ്കിലും കൂടെ
ഷെയ്ഖ് കൂടിയില്ലാതെ നാട്ടിലേക്കില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖും അബ്ദുൾ റസാഖ് എന്നിവരും നാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരും കുടുംബക്കാരുമെല്ലാം ബഹുമാനപ്പെട്ട ദൂദ് നാന റളിയല്ലാഹുവിനെ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹുബ്ബിയിലേക്ക് തന്നെ മടങ്ങുകയും അബ്ദുൾ റസാഖ് എന്നവരെ അവിടെ നിർത്തുകയും ചെയ്തു. പക്ഷേ ആ ബഹുമാനപ്പെട്ടവരെ അന്ന് അവർ കളിയാക്കിയതിൻ്റെയും പരിഹസിച്ചതിൻ്റെയും പേരിൽ വലിയ രോഗങ്ങൾ പിടിപെടുകയും വീണ്ടും അബ്ദുൾ റസാഖ് എന്നവർ തൻ്റെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് എത്തി ആവലാതി പറഞ്ഞു. അങ്ങനെ ഗുരുവിനെയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. അങ്ങനെ വീട്ടുകാർ ബഹുമാനപ്പെട്ടവരോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ അവരുടെ രോഗങ്ങൾ മുഴുവനും പൂർണ്ണ ശിഫയായി. ഈ വിവരം നാട്ടിലാകെ പരക്കുകയും പിന്നീട് നാട്ടുകാരൊന്നടങ്കം ബഹുമാനപ്പെട്ടവരുടെ ആ തിരുസവിധം തേടി ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ ലക്ഷ്മേശ്വറിലെ ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പിന്നീട് ഹുബ്ബിയിലേക്ക് പറഞ്ഞയക്കാതിരിക്കുകയും അങ്ങനെ അവർ ലക്ഷ്മേശ്വറിൽ തന്നെ ജീവിതം തുടരുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ആ നാട്ടുകാർ വല്ലാതെ ആദരിക്കുകയും ആ നാട്ടുകാരുടെ അവലംബമാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ ധാരാളം ഭക്ഷണങ്ങളും പാനീയങ്ങളും പഴങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് ജനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ദിവസവും നോമ്പ് നിൽക്കുന്ന മഹാനുഭാവൻ എല്ലാ ദിവസവും നോമ്പ് തുറന്നിരുന്നത് ഈത്തപ്പഴവും പാലും കൊണ്ടായിരുന്നു. ആ നാട്ടിലെ ഒരു വൃദ്ധയായ ഉമ്മയായിരുന്നു എല്ലാ ദിവസവും പാല് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ബഹുമാനപ്പെട്ടവർ പാല് മാത്രം കുടിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ദൂദ് നാന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ഒരുപാട് ആളുകളാണ് ഈ മഖാമിൽ സിയാറത്തിനായി എത്തുന്നത്. ഇവിടെ കാണുന്ന ഈ ചെറുനാരങ്ങ, ആ ചെറുനാരങ്ങ രോഗമുള്ള ആളുകൾ അവരുടെ ശരീരത്തിൽ പുരട്ടിയിട്ട് ഇവിടെ ഈ കാണുന്ന ഈ കടകളിലൊക്കെ വെച്ചിട്ടുള്ള ഈ ബക്കറ്റ് വാങ്ങിയിട്ട് ഇവിടുത്തെ ഒരു കിണറുണ്ട്, ആ കിണറിൽ പോയി കുളിച്ചാൽ അവരുടെ രോഗം ശിഫയാകുമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാദർഗയാണ് ഈ ലക്ഷ്മേശ്വർ ദർഗ. ആ അത്ഭുത കിണർ ഇവിടെയാണുള്ളത്. ഇവിടെ നിന്നാണ് ആളുകൾ ആ നാരങ്ങ പുരട്ടിയിട്ട് കുളിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കുളിക്കാൻ വേണ്ടി നമ്മൾ ഒരാൾ 10 രൂപ വീതം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ബഹുമാനപ്പെട്ടവർ 40 ദിവസം ഇബാദത്തിലായി കഴിഞ്ഞു കൂടിയൊരു ഗുഹയുണ്ട്. ഈ നാട്ടിൽ വലിയ വരൾച്ച നേരിട്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ ഗുഹയിൽ പോയിരുന്ന് ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. ഇബാദത്ത് ആരംഭിച്ച 5-ാം ദിവസം നല്ല മഴ വർഷിക്കുകയും പിന്നീടുണ്ടായിരുന്ന വരൾച്ച മുഴുവൻ നീങ്ങുകയുമായ ഒരു ചരിത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ആളുകൾ വരൾച്ച നേരിടുന്ന സമയത്ത് ആ ഗുഹയിൽ പോയി കൊടി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തിയാൽ വരൾച്ചകൾക്കും അല്ലെങ്കിൽ മഴയൊക്കെ ലഭിക്കുമെന്ന് ഇന്നും പറയപ്പെടുന്ന ഒരു അത്ഭുത കേന്ദ്രമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ച ആ ഗുഹ. അത് നല്ല കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.